മാർച്ച് പകുതിയോടെ ആരംഭിച്ചതും സാവധാനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിലെ ഒരു പുതിയ പ്രദേശത്തേക്ക് മുന്നേറുകയുണ്ടായി. ഏപ്രിൽ 1 മുതൽ 2 വരെയുള്ള പ്രവർത്തനങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏപ്രിൽ 2-ന് തന്നെ ഏറ്റവും പുതിയ നീക്കങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. IDF പ്രദേശം പിടിച്ചെടുക്കുകയും തീവ്രവാദികളെ ആക്രമിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തുവെന്നും ഇസ്രയേൽ നേതാവ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. തീവ്രവാദികളെയും അവരുടെ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ സൈനിക നടപടിയുടെ ഭാഗമായി ഗാസ നിവാസികളെ വൻതോതിൽ ഒഴിപ്പിച്ചു. ഇസ്രയേലി സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കും. ഗാസ നിവാസികൾ ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു. ഗാസ അതിർത്തിയോട് ചേർന്ന് സുരക്ഷാ ബഫർ സോണുകൾ സ്ഥാപിക്കാനാണെന്ന പേരിൽ ഇസ്രയേലി സേന നിലവിൽ വൻതോതിൽ ഭൂമി കയ്യേറിയിട്ടുണ്ട്. ഗാസയുടെ 17% വരുന്ന 62 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇസ്രയേലി സേനയുടെ നിയന്ത്രണത്തിലാണ്. ഇതിനിടെ ഇസ്രയേലി സേന ഗാസയിൽ വൻതോതിൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. റാഫ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രി 15 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ മൊത്തം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 50,399 ആണ്. ഇസ്രയേലി സേന ആക്രമണം പുനരാരംഭിച്ച ശേഷം ഗാസയിൽ 322 കുട്ടികൾ കൊല്ലപ്പെട്ടതായി യൂണിസെഫ് അറിയിച്ചു. 2 ആഴ്ചക്കിടെയാണ് ഇത്രയും കുട്ടികൾ മരിച്ചത്. ഇതേ കാലയളവിൽ 609 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. ഗാസയിൽ വിവേചനമില്ലാതെ നിരന്തരം ബോംബ് വർഷിക്കുകയാണെന്നും യൂണിസെഫ് ആരോപിച്ചിരുന്നു. ഇസ്രയേൽ സഹായം തടഞ്ഞിരിക്കുന്നത് മൂലം ഗാസയിൽ പട്ടിണിയും രോഗങ്ങളും ഉണ്ടാകാമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഗാസയുടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ. വ്യോമ കര സൈനിക നടപടികളിലൂടെ ഗാസ മുനമ്പിന്റെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുമായി ഇസ്രയേൽ. ഹമാസിനെ തുരത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും സൈന്യം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീങ്ങും. ആക്രമണം പുനരാരംഭിച്ച പ്രദേശങ്ങളിൽ നിന്നും പലസ്തീനികളോട് പലായനം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഗാസയിലെ മൊറാഖ് ഇടനാഴിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത്. മൊറാഖ് ഇടനാഴിയെ ഫിലാഡൽഫിയയിലൂടെ ഭാഗമാക്കി മാറ്റുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിനും റാഫ അതിർത്തിക്കും ഇടയിലാണ് മൊറാഖ് ഇടനാഴി സ്ഥിതി ചെയ്യുന്നത്. ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം 2024 മെയ് മുതൽ ഇസ്രയേലിന്റെ കൈവശമാണ്. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും സൈന്യത്തെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഉടമ്പടിയിൽ ഫിലാഡൽഫി ഇടനാഴിയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് US വ്യക്തമാക്കിയത്. തെക്കൻ ഗാസയിലേക്ക് ഒരു അധിക യൂണിറ്റിനെ വിന്യസിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. റാഫയിലെയും ഖാൻ യൂനിസിന്റെ വടക്കു ഭാഗത്തുമുള്ള ഒരു ഭാഗത്തെയും ജനങ്ങൾ അൽമവാസിയിലേക്ക് മാറാൻ IDF ഉത്തരവിട്ടിരുന്നു. വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം 1,40,000-ത്തിലധികം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട്. 2.3 ദശലക്ഷത്തോളം വരുന്ന മുനമ്പിലെ ജനസംഖ്യയുടെ 90%-ത്തിലധികം പേരും സംഘർഷത്തിനിടെ വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരുമായി.